കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ബാലന്റെ ഗോമതിയുടെ അടുത്ത ആഴ്ച നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഈ ആഴ്ച നമ്മൾ കണ്ടു മിത്ര രണ്ടും കൽപ്പിച്ച് മിഥുനോടൊപ്പം അങ്ങനെ ഇറങ്ങിപ്പോയി. അങ്ങനെ അവസാനം അവര് ഗുരുവായൂരിപ്പോ റൂമൊക്കെ എടുക്കുകയാണ്. പക്ഷെ മിത്രയ്ക്ക് എന്തോ വല്ലാത്ത സംശയങ്ങളൊക്കെ തോന്നുവാണ്. മിഥുനാണെങ്കിൽ എങ്ങനെ ആ ബാഗിനകത്തിരിക്കുന്ന സ്വർണ്ണം അടിച്ചു മാറ്റിക്കൊണ്ട് ഇവിടുന്ന് പോയാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ മിത്രനെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് മിഥുൻ നേരെ ബാത്റൂമിലേക്ക് ഏറ്റു വിടുക. നീ പോയി ഫ്രഷ് ആയിട്ട് വാ, നീ ഫ്രഷ് ആയിട്ട് വരുമ്പോഴത്തേനും ഞാൻ കഴിക്കാനുള്ള ഫുഡൊക്കെ എടുത്തു വെക്കാന്ന് പറയാണ്. അങ്ങനെ മിത്ര ഡ്രസ്സൊക്കെ മാറാനായിട്ട് ബാത്റൂമിലേക്ക് അങ്ങോട്ട് കയറിപ്പോവാ. അങ്ങനെ ആ സമയം നോക്കി മിഥുൻ എന്ത് ചെയ്യുക, ബാഗിനകത്തേക്ക് സ്വർണ്ണമെല്ലാം പെട്ടെന്ന് അങ്ങോട്ട് കുത്തി നിറയ്ക്കുവാണ്. ആ സമയത്താണ് മിത്ര പെട്ടെന്ന് കഥ തുറക്കുന്ന സൗണ്ട് കേട്ടെ. പെട്ടെന്ന് മിഥുൻ എന്തേ ബാഗ് അങ്ങോട്ട് മാറ്റി വെച്ചു. പക്ഷേങ്കിൽ അവിടെ ഒരു വള ഇത് വീണു പോയിട്ടുണ്ടായിരുന്നു. മിഥുന്റെ കണ്ണിലേക്ക് അത് പെട്ടെന്ന് പെട്ടില്ല. ഈ സമയത്ത് മിത്ര ഇറങ്ങി വന്നപ്പോഴത്തേനും മിഥുൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, നീ ഫുഡ് കഴിക്കാൻ പറയാണ്. അങ്ങനെ മിത്രയ്ക്ക് ഫുഡ് എടുത്തു കൊടുത്തു. മിത്രയ്ക്കാണെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങുന്നില്ല. ഈ സമയത്ത് വീട്ടിൽ എന്തായിരിക്കും അവസ്ഥ? അവരാരും ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല. അച്ഛനും അമ്മ അവരുടെ മെസ്സേജ്, ആ വോയിസ് മെസ്സേജ് കേട്ടപ്പോൾ മുതൽ മനസ്സങ്ങോട്ട് ഉരുകുവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പാവ അച്ഛനും അമ്മ, താൻ കാരണം അവർ എല്ലാവരുടെ മുന്നിൽ നാണം കെടും. വേണ്ടായിരുന്നു, ഇറങ്ങി പോരണ്ടായിരുന്നു എന്നൊരു ചിന്ത തോന്നുക. ഒന്ന് വിളിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോണുമില്ല. ആ ഫോണാണെങ്കിൽ മിഥുൻ തല്ലി പൊടിച്ച് കളയുകയും ചെയ്തു. ഇനിയിപ്പോൾ എൻ്റെ ഗുരുവായൂരപ്പ, നീ ആയിട്ട് എന്തെങ്കിലും എനിക്കൊരു വഴി കാണിച്ച് മതിയാവുള്ളൂ. പെട്ടെന്ന് മിഥുൻ ചോദിച്ചു, നീ എന്താ മിത്ര ഫുഡ് കഴിക്കാത്ത? എനിക്കെന്തോ വിശപ്പ് തോന്നുന്നില്ല എന്ന് പറയാ. അല്ല, നീ എത്ര ദിവസം പട്ടിണി ഇരിക്കുന്ന നിന്റെ വിചാരം? അതെ, 2 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ കല്യാണം നടക്കുള്ളൂ. അതെ, ഒന്നുകൂടെ ആലോചിച്ചിട്ട് പറയാം മിഥുനെ, ഇനി കല്യാണം നടത്താൻ ഒന്നുകൂടെ ആലോചിക്കണ. നീ എന്താ പറയണെന്ന് നിനക്ക് വല്ല ബോധ്യമുണ്ടോ? ഇപ്പൊ എല്ലാരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും നീ ഒളിച്ചോടിയെന്നുള്ള കാര്യം. എനിക്കറിയാം. പക്ഷേങ്കില് അല്ല, മിഥുന്റെ വീട്ടുകാരൊക്കെ വരുമെന്ന് പറഞ്ഞിട്ടോ, അവരൊക്കെ വരും. നീ ധൈര്യമായിട്ടിരിക്കുക. അല്ല മിഥുനെ, കല്യാണം കഴിയാൻ നമ്മൾ എങ്ങനെ ഒരുമിച്ച് ഈ മുറിയില്? അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട. അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല. അറിയാലോ, നമ്മൾ നാളെ ആണല്ലോ ഒന്നിക്കാൻ പോകുന്ന ആൾക്കാരല്ലേ. അതുകൊണ്ട് നീ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഒന്നാകും. പിന്നെ ഇന്ന് കിടന്നാൽ എന്താ, നാളെ കിടന്നാൽ എന്തെന്ന് ചോദിക്കാം. പക്ഷെ മിത്ര പറഞ്ഞു, അതിനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല. കാരണം കല്യാണം കഴിഞ്ഞതിന് ശേഷം മതി എന്ന് പറയണം. പക്ഷെ മിഥുൻ പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് മിത്രനെ ആശ്വസിപ്പിക്കാൻ എന്ന വ്യക്തി വന്ന് ദേഹത്തങ്ങ് തൊടുവാണ്. പെട്ടെന്ന് മിത്ര കൈയും കൂടെ തട്ടിമാറ്റി. പിന്നീട് മിഥുനോട് പറഞ്ഞു, മിഥുനെ, എനിക്ക് ഇതൊന്നും ഇഷ്ടമില്ല. കല്യാണം കഴിയട്ടെ ആദ്യം, അതിനുശേഷം ഇതൊക്കെ മതിയെന്ന് പറയാം. മിഥുന് മനസ്സിലായി, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇവള് സെറ്റാവും തോന്നില്ല. ഇവളെ എങ്ങനെയാലും കാര്യം സാധിപ്പിച്ചെടുത്തിട്ട് എങ്ങനെയാലും സ്വർണം കൂടെ മുങ്ങണം. അത് മാത്രമായിരുന്നു മിഥുന്റെ ഉള്ളിലെ ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ സമയത്ത് ഗോമതിക്കാണ് വല്ലാത്ത ടെൻഷൻ. ക്ഷേത്രത്തിൽ പോയി വന്ന ഉടൻ തന്നെ ഗോമതി ഇങ്ങനെ വല്ലാതിരിക്കുന്ന കണ്ടപ്പം പെട്ടെന്ന് മീനാക്ഷി വന്നിട്ട്, എന്താ അമ്മയ്ക്ക് എന്താ പറ്റിയത്? ഞാൻ പറഞ്ഞില്ല മോളെ, ആ സ്വപ്നം അതെനിക്ക് എന്തോ മനസ്സിന് വല്ലാത്ത വിഷമമെന്ന് പറയണ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആകാശിന്റെ ഫോൺ വരുന്നത്. ആകാശിന്റെ ഫോൺ മീനാക്ഷിക്ക് വന്നേ. അപ്പൊ മീനാക്ഷി, എന്താ ആകാശേട്ടാ, അവിടെ എന്തൊക്കെ ഉണ്ട് വിശേഷം? കല്യാണമൊക്കെ മംഗളകരമായിട്ട് നടന്നു കാണൂല്ലേ? ഇവിടെയാണെങ്കിൽ അമ്മ ഭയങ്കര സങ്കടത്തിലാ. ക്ഷേത്രത്തിൽ പോയിരുന്നിട്ട് പോലും അമ്മ കരച്ചിലോട് കരച്ചിൽ തന്നെയാ. മിത്രയുടെ കല്യാണം കൂടാൻ പറ്റിയില്ല, അവളെ ഒന്ന് അനുഗ്രഹിക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞുകൊണ്ട്. ഈ സമയം ആകാശ് പറഞ്ഞു, കല്യാണം നടന്നില്ല എന്ന് പറയണേ. കല്യാണം നടന്നില്ലേ? ആകാശാണ് ഇത് എന്ത് വർത്താനാ പറയണേ? അതെങ്ങനെ കല്യാണം നടക്കാതിരിക്കുന്നേ? മിത്ര ഒളിച്ചോടി എന്ന് പറയാം. ഒളിച്ചോടാൻ ആരുടെ കൂടെ? അതൊന്നും അറിയില്ല. ഇവിടെ ആകെപ്പാടെ പ്രശ്നത്തിൽ പെട്ടിരിക്കുക. മിത്ര ഒളിച്ചോടിന്നായിട്ടെ എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ ഇരിക്കുക. ഇത് കേട്ടോ മീനാക്ഷിക്ക് വല്ലാത്ത വിഷം. മീനാക്ഷി ഒളിച്ചോടിയോ എന്ന് ചോദിക്കുന്നേ അവിടെ നിന്ന് ഗോമതി കേട്ടു. ഗോമതി പെട്ടെന്ന് വന്നിട്ട്, ആരാ ആരാ എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുക. ഈ സമയം മീനാക്ഷി ഉണ്ടാ, ഞാൻ ചോദിക്കട്ടെ എന്ന് പറയാണ്. അങ്ങനെ ആകാശിനോട് ചോദിച്ചപ്പോ ആകാശ കാര്യങ്ങളൊക്കെ പറയാണ്. എങ്ങോട്ടാ പോയെന്നറിയില്ല, സ്വർണ്ണമൊക്കെ എടുത്തോണ്ട് പോയെന്നാ പറഞ്ഞത്. പക്ഷേങ്കില് എങ്ങനെ ഏതാന്നും അറിയത്തില്ല എന്ന് പറയുവാണ്. എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്, നാനാവിധം അന്വേഷിക്കുന്നുണ്ടെന്ന് പറയാം. അതുകൊണ്ട് വിവേകിന്റെ കല്യാണം നടന്നിട്ടില്ല. മിത്രയുടെ കല്യാണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റക്കല്യാണമായിരുന്നല്ലോ. അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഞാനും അച്ഛനും ഞങ്ങളെല്ലാം പോയി അന്വേഷിച്ചു. പക്ഷെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറയണം. ആനന്ദേട്ടൻ സംശയാത്മകമായിട്ട് ഇവിടെ ഒരാളെ കണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ആരാ എന്താന്നും അറിയത്തില്ല. ഒരു പക്ഷെ അയാളാണ് മിത്രനെ കൊണ്ടുപോയെന്നും അറിയത്തില്ല മീനാക്ഷി എന്ന് പറയാം. മീനാക്ഷിക്ക് വല്ലാത്ത വിഷമം. മീനാക്ഷി പെട്ടെന്ന് ഓർത്തു അന്ന് മിത്ര പറഞ്ഞ കാര്യങ്ങളൊക്കെ. കാരണം ലൈൻ്റെ കാര്യം, ആകാശന് തന്റെ പ്രേമത്തെക്കുറിച്ചൊക്കെ മിത്ര ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷെ അവളുടെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടായിട്ടാണോ ഇത്? അങ്ങനെ ഫോൺ വെച്ചും ഗോമതി ചോദിച്ചു, എന്താ മോളെ, എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. പിന്നെ മീനാക്ഷിക്ക് പറയാതിരിക്കാൻ പറ്റിയില്ല. മീനാക്ഷി കാര്യം പറഞ്ഞപ്പോഴത്തേനും നെഞ്ചത്തെടിച്ച് നിലവിളിക്കോ ഗോമതി. എന്റെ ഭഗവാനെ, ഞാൻ കാരണം മുമ്പ് ആ വീടിനൊരു മാനക്കേടുണ്ടായി. ഇപ്പൊ ആണ്ടെ മിത്രമോളും. എങ്ങനെ സഹിക്കും അമ്മേ? അത് മാത്രമല്ല, അനന്തേട്ടനും അച്യുതേട്ടനും തന്നെ കല്യാണം വിളിക്കാത്തോ അല്ലെങ്കിൽ വേറൊന്നും കാര്യമല്ലായിരുന്നു ഗോമതിയുടെ മനസ്സിൽ ആ സമയം. മിത്രമോൾക്കൊരാപത്തും വരില്ല. അത് മാത്രമല്ല, വീണ്ടും ആ വീടിന് മാനക്കേടായിരിക്കുക. അതെങ്ങനെ സഹിക്കാൻ പറ്റുന്ന പോലും അറിയത്തില്ല. അപ്പോഴാണ് ആര്യൻ അങ്ങോട്ട് വരുന്നത്. ആര്യനോട് ഈ കാര്യങ്ങൾ പറയണം. ആര്യൻ പറഞ്ഞു,
അപ്പൊ ഇനി എന്ത് ചെയ്യുമേ, കല്യാണം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അറിയത്തില്ലട മോനെ, എന്ത് ചെയ്യുന്നതെന്നൊന്നും അറിയില്ല എന്ന് പറയാണ്. ആകപ്പാടെ വിഷമം. പിന്നീട് മീനാക്ഷിയോട് ഗോമതി പറഞ്ഞു, അതെ എനിക്കിപ്പം തന്നെ ക്ഷേത്രത്തിലേക്ക് പോകണം, ക്ഷേത്രത്തിലേക്ക് പോയി ഭഗവാന്റെ അടുത്ത് പോയി തൊഴുത് പ്രാർത്ഥിക്കണം, എൻ്റെ മിത്രമോൾക്ക് ഒരു ആപത്തും വരില്ലേന്ന്. അത് മാത്രമല്ല, കൃഷ്ണമംഗലത്തെ ഒരു ആപത്തും വരില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സ്വപ്നം കണ്ടപ്പോഴേ എനിക്ക് തോന്നിയായിരുന്നു എന്താ കാര്യമുണ്ട്, എന്തോ വലിയ സങ്കടകരമായ കാര്യം നടക്കാൻ പോവാ, അതുകൊണ്ട് എനിക്ക് വല്ലാത്ത വിഷമ. വാ മീനാക്ഷി, നമുക്ക് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങുവാണ്. ആ സമയത്താണ് അപ്പുറത്തെ മുറിയിലുണ്ടായിരുന്നേ ശരണിന്റെ അമ്മയും അവർക്ക് അങ്ങോട്ട് ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഇവരങ്ങോട്ട് ഒരുമിച്ച് നടക്കുവാണ്. ഒരുമിച്ച് നടക്കുന്ന സമയത്ത് ചോദിച്ചു, അല്ല എന്ത് പറ്റി, ഗോമതിന്റെ മുഖത്ത് വല്ലാത്തൊരു വിഷമമുള്ളൂ എന്ന് ചോദിക്കുക. ഒന്നുമില്ലെന്ന് പറയാണ്. പിന്നീട് പറഞ്ഞു, എന്തേലും ബുദ്ധിമുട്ടുള്ള കാര്യമാണോ, ഭഗവാനോട് പ്രാർത്ഥിക്കണമെങ്കിൽ ഞങ്ങളോട് പറഞ്ഞ് പ്രാർത്ഥിക്കാന്ന് പറയണം. പിന്നീട് ഗോമതി പറഞ്ഞു, അതെ എൻ്റെ ആങ്ങളുടെ മോളുടെ കല്യാണം വരുന്നേന്ന്, അവള് ഒളിച്ചോടിയെന്ന് പറയാണ്. ഇത് കേട്ടെന്ന് വെച്ചാൽ ഒളിച്ചോടിയോ, എങ്ങോട്ട് അതറിയില്ലെന്ന് പറയാണ്. പെട്ടെന്ന് ഗോമതിക്ക് സങ്കടം വന്നു. ഗോമതി വല്ലാത്ത കരയാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ജാനകിക്കും വല്ലാത്ത വിഷമമായി പോയി. പിന്നീട് അവരങ്ങോട്ട് ക്ഷേത്രത്തിലേക്ക് പോവാ. ഈ സമയത്ത് ആകെപ്പാടെ പ്രശ്നമാണ് കൃഷ്ണമംഗലത്ത്. നാണക്കേടുകൊണ്ട് സഹിക്കാൻ പറ്റില്ല അനന്തനും അച്യുതനും. അച്യുതനാണെങ്കിൽ ഇനിയിപ്പം എല്ലാവരുടെ മുന്നിൽ എങ്ങനെ സമാധാനം പറയുന്നൊരു വിഷമമായിരുന്നു. അനന്തനാണ് ആരോടും ഒന്നും മിണ്ടുന്ന പോലും ഇല്ല. അങ്ങനെ അച്യുതൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്തിട്ട് ഞാൻ എൻ്റെതായ രീതിയിലും കൂടെ ഞങ്ങളൊന്നും ഇപ്പോൾ അന്വേഷിച്ചിട്ട് വട്ടെ എന്ന് പറഞ്ഞിട്ട് അലോകെ വാടാന്ന് പറഞ്ഞിട്ട് അച്യുതൻ അലോകനെയും കൂട്ടി അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഈ സമയത്ത് അനന്തനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂടെ. പിന്നെ നന്ദിതയും രാജേശ്വരിയും മുത്തശ്ശിയൊക്കെ എല്ലാം ഉണ്ടായിരുന്നുള്ളൂ. ഈ സമയമൊന്നും അനന്തം മിണ്ടാതിരിക്കുക. അപ്പൊ നന്ദിതൻ വല്ലവായി കിടന്ന് കരഞ്ഞോണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ അനന്തം പെട്ടെന്ന് അങ്ങോട്ട് മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോകുന്നുണ്ട്. മുറിയിലേക്ക് കയറിപ്പോയി വാതിലടയ്ക്കാൻ സൗണ്ട് കേട്ടാൽ പെട്ടെന്ന് നന്ദിതയ്ക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. എന്താ ഈ അനന്തേട്ടൻ ഇങ്ങനെ കയറി വാതിലടിച്ച്? പെട്ടെന്ന് അനന്തേട്ടൻ കിടന്ന് വിളിക്കുവാണ്. വിളിച്ചിട്ടൊന്നും കഥവ് തുറന്നില്ല. എന്താ അനന്തേട്ട കഥവ് തുറക്കാൻ പറയാ? അപ്പൊ ഒരു പന്തികേട് തോന്നി. പെട്ടെന്ന് അവിടെ കിടന്ന് കഥയെ മുട്ടി എല്ലാരും കൂടെ. വന്നവരെല്ലാം കഥയെ മുട്ടിക്കിടന്ന് അലമുറയിട്ട് കരയുക. ആർക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. ആ നിമിഷമാണ് അപ്പുറത്ത് ആകാശിയ ഇപ്പുറത്ത് കൃഷ്ണമംഗലത്തിൽ നിന്നുള്ള അലറിക്കരച്ചിലൊക്കെ കേട്ട അനന്തേട്ടാന്നും പറഞ്ഞുകൊണ്ട് നന്ദിതയുടെ ഒച്ചത്തിലുള്ള കരച്ചിലെല്ലാം കേട്ടു. അപ്പൊ ആകാശിനൊന്നും എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന്, എന്താണെന്നറിയില്ല, എന്തോ അവിടെ ഒരു അപകടം സംഭവിക്കാൻ പോന്നു. എത്ര ശത്രുതയാന്ന് പറഞ്ഞാലും സ്വന്തം ചോരയല്ലേ, എത്രയാന്ന് പറഞ്ഞാൽ ഓടിച്ചെല്ലുമല്ലോ. ആകാശ് പിന്നെ ഒന്നും നോക്കിയില്ല, ശത്രുത അതൊന്നും കാര്യങ്ങളും നോക്കിയില്ല. ആകാശ് അങ്ങോട്ട് ഓടിച്ചെല്ലുന്ന കഴിയുമ്പത്തേനും എല്ലാരും പുറത്തുനിന്ന് കരയുക. എന്താ കാര്യം എന്നൊരു ചേട്ടനോട് ചോദിച്ചു. അതെ അനന്തൻ അതിന്റെ അകത്ത് കയറിയിട്ട് കഥവ് തുറക്കുന്നില്ല എന്ന് പറയണേ. ഈ സമയം വീടിനകത്ത് മുറിക്കകത്ത് അനന്തനെ കുരുക്കിട്ടിട്ട് കഴുത്തിൽ ആ കുരുക്ക് അങ്ങോട്ട് മുറുക്കാനായിട്ട് അങ്ങോട്ട് തൂങ്ങാൻ തുടങ്ങുവാണ്. പെട്ടെന്ന് ആകാശ് പിന്നെ ഒന്നും നോക്കിയില്ല. ചുറ്റും കുറെ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ ആകാശ് കഥവിനിട്ട് ചവിട്ടുവാണ്. 2-3 തവണ ചവിട്ടി കഴിഞ്ഞപ്പോഴത്തേനും കഥ അങ്ങ് തുറന്നു. അങ്ങനെ കയറുമ്പോഴത്തേനും അനന്തൻ ഇങ്ങനെ കുരുക്കിട്ട് നിൽക്കുന്ന കണ്ടത്. പെട്ടെന്ന് ആകാശ് കയറിയിട്ട് പൊക്കി പിടിച്ച് രക്ഷപ്പെടുത്തുവാണ്. എല്ലാരും കൂടെ അലമുറയിട്ട് കരഞ്ഞു. കാരണം ആകാശ് ഒരു നിമിഷം ഒന്ന് വൈകിയിരുന്നെങ്കിൽ ഒരിക്കലും അനന്തന്റെ ജീവിതം തിരികെ കൊണ്ടുവരാനായിട്ട് സാധിക്കില്ലായിരുന്നു. പിന്നീട് നന്ദിത അനന്തനെ കെട്ടിപ്പിടിച്ചിട്ട് കരഞ്ഞിട്ട് പറഞ്ഞു, എന്താ അനന്തേട്ടാ, അനന്തേട്ടൻ ഇങ്ങനെ പരിപാടി കാണിച്ചിട്ടുണ്ട്, ഞങ്ങൾ എന്താ ചെയ്യുന്നേ? എന്ത് വിഷമമുണ്ടെങ്കിൽ നമ്മൾ സഹിച്ചല്ലേ മതിയാവുള്ളൂ. അവൾ അങ്ങനെ ഒരു ചതി ചെയ്തു. അനന്തേട്ടൻ അത് ഇതാണോ ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് താങ്ങും തണലുമായിട്ട് നിൽക്കേണ്ട അനന്തേട്ടനല്ലേ എന്ന് ചോദിക്കുക. അനന്തൻ പറഞ്ഞു, ഞാൻ ഇനി ജീവിച്ചിരിക്കുന്നില്ല, നാളെ ഞാൻ എങ്ങനെ നാട്ടുകാരുടെ മുഖത്ത് നോക്കും? ഈ സമയത്ത് ആകാശിനും വല്ലാത്ത വിഷമായി. ആകാശം അവിടെ നിങ്ങോട്ട് ഇറങ്ങി വീട്ടിലേക്ക് വരുവാണ്. ഈ സമയം ആനന്ദ് വന്നിട്ട് എന്താ അവിടെ ഒരു ഒച്ചപ്പാടും ബഹളമൊക്കെ കേട്ടേന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ അവിടുത്തെ അനന്തരമാവൻ ഒരു പണി കാണിച്ചെന്ന് പറയാം. എന്ത്? പിന്നെ കാര്യങ്ങളൊക്കെ പറയാം. ഇത് കേട്ടത് ആനന്ദ് പറഞ്ഞു, എന്റെ ഭഗവാനെ എന്തൊക്കെയാന്ന് ചോദിക്കുകയാണ്. ഈ സമയം ബാലനും അങ്ങോട്ട് വന്നു. ബാലനോട് ഇത് പറഞ്ഞു. ഇത് കേട്ടപ്പം ബാലൻ പറഞ്ഞു, ശരിയാ, സഹിക്കാൻ പറ്റില്ല. കാരണം ആർക്കാന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ലല്ലോ. ഒരു തവണ ഞാനും ഗോമതി ഇങ്ങനെ ഇറങ്ങി പോന്നു കഴിഞ്ഞപ്പം അവരെത്രമാത്രം നാണം കേട്ടു. ഇപ്പൊ അതുപോലെ ഒരു നാണക്കേട് അതാ അവർക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമാണ്. അതുകൊണ്ടായിരിക്കും ചെയ്തേ. ഒരുപക്ഷെ ആകാശം നീ കൃത്യസമയത്ത് എത്തിയത് കൊണ്ട് ജീവൻ രക്ഷപ്പെട്ടത്. നിനക്ക് അതിന്റെ ദൈവാനുഗ്രഹം ഉണ്ടാവൂടാ മോനെ എന്ന് പറയാ. ഇനിയിപ്പോ ആരൊക്കെ നമ്മളെ കുറ്റപ്പെടുത്തി സംസാരിച്ചാലും നമ്മളോട് ദൈവമുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ അവസരത്തില് നമുക്ക് അവരെ രക്ഷിക്കാനായിട്ട് സാധിച്ചെന്ന് പറയാം. ഈ സമയത്ത് മിത്ര എന്ത് ചെയ്യുവാണ്? മിത്ര ഇങ്ങനെ ഇരിക്കുവാണോ, എന്ത് ചെയ്യണം നടത്തില്ല. അപ്പോഴാണ് മിഥുനൊരു കോള് വരുന്നത്. അപ്പം മിഥുൻ നോക്കി തന്റെ ഫ്രണ്ടാ വിളിക്കുന്നത്. ഇവളുടെ അടുത്തിരുന്ന് സംസാരിച്ചാൽ ശരിയാവത്തില്ല, പുറത്തിറങ്ങിപ്പോയി സംസാരിക്കാം. അങ്ങനെ ഇതേ ഞാൻ ഈ കോളൊന്ന് അറ്റൻഡ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് മിഥുൻ ആ പുറത്തേക്ക് അങ്ങോട്ട് പോവാണ്. അപ്പത്തേനും മിത്ര പെട്ടെന്ന് അവിടെ ഇരിക്കുക. മിത്രയ്ക്ക് ആപ്പാ ടെൻഷനാ. അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴത്തേനുമാണ് മിത്ര ആ കാഴ്ച കാണുന്നത്. മിഥുന്റെ ബാഗ് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ താഴെ ഒരു വള ചാടിക്കിടക്കുന്നത്. ഇത് നീ വള ഇതെങ്ങനെ ഇവിടെ വന്നു? പെട്ടെന്ന് എന്ത് ചെയ്യണം? മിത്ര എന്ത് ചെയ്യണം? ആ ബാഗ് എടുത്ത് ഇങ്ങനെ പതുക്കെ തുറന്നു നോക്കുമ്പോഴത്തേനും കല്യാണത്തിനുള്ള ആഭരണങ്ങൾ മുഴുവൻ ഇരിക്കുന്നു. ഒരു കാര്യം മനസ്സിലായി.
തന്റെ ആഭരണങ്ങളെല്ലാം മിഥുൻ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് അടിച്ചുകൊണ്ട് പോകാനുള്ള പരിപാടിയായിരുന്നു. ഈ സമയം മിഥുൻ എന്ത് ചെയ്യുവാണ്, തന്റെ ഫ്രണ്ടിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുവാണ്. എല്ലാം സെറ്റ് ചെയ്തിട്ട് അകത്തേക്ക് കയറി വരുമ്പോഴത്തേനും മിത്ര ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. ഈ സമയം മിത്ര അവനോട് ചോദിച്ചു, മിഥുനോട് ചോദിച്ചു, മിഥുനെ സത്യം പറ, നീ എന്റെ വീട്ടിൽ സ്വർണ്ണം എടുത്താലും ചോദിക്കും. സ്വർണ്ണോ? ഞാൻ എന്തിന്? കള്ളം പറയരുതെന്ന് പറയണം. ഇത് കേട്ടത് മിഥുൻ പറഞ്ഞു, അത് ഞാനൊന്നും എടുത്തിട്ടില്ല എന്ന് പറയണം. ഇത് കേട്ടത് മിത്ര പിന്നെ ഈ ബാഗിനകത്തൊന്നും ചോദിച്ചോണ്ട് ബാഗ് ഇങ്ങോട്ട് തുറന്ന് കാണിക്കാൻ തുടങ്ങുകയാണ്. പെട്ടെന്ന് മിഥുൻ പറഞ്ഞു, ഞാൻ ബാഗ് ഇങ്ങോട്ട് മേടിച്ചു. അതെ ഞാൻ എടുക്കൂടി, അതെ എനിക്ക് ജീവിക്കുന്ന സ്വർണം വേണം. പിന്നെ നീ എന്താന്നാ വിചാരിച്ചേ? നിന്റെ തൊലിവെളുപ്പ് കണ്ടിട്ട് ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാന്നോ? അതൊക്കെ വേറെ തോന്നല് മാത്രല്ലേ. ഇനിയിപ്പൊ ജീവിക്കണമെങ്കിൽ അതെ ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നു മിഥുനെ, വീട്ടിലൊരു സാധനം പോലും നമുക്ക് വേണ്ടാന്ന്. പിന്നെ വേണ്ട പോലും, പിന്നെ എന്റെ അടുത്ത് ജീവിക്കുന്നോർത്താ നീ ഇരിക്കണേ. ഇത് കണ്ട് മിത്ര, ഇതൊരിക്കലും ഞാൻ സമ്മതിക്കത്തില്ല. എന്റെ വീട്ടുകാരുടെ സ്വർണ്ണം ഒരു തരി പോലും ഞാൻ എടുക്കാൻ സമ്മതിക്കില്ല. ഇത് അവർക്ക് തിരികെ കൊടുക്കണമെന്ന് പറയണം. മിഥുൻ പറഞ്ഞു, പിന്നെ തിരികെ കൊടുത്തത് തന്നെ. മിഥുൻ എന്ത് ചെയ്യണം, ആ ബാഗ് എടുത്ത് പെട്ടെന്ന് അവിടെ നിന്ന് മുറിയിൽ നിന്ന് കടന്നു കളയാൻ ശ്രമിക്കുകയാണ്. ഈ സമയം മിത്ര അങ്ങോട്ട് കയറി പിടിച്ചു. നിന്നെ ഞാൻ പോകാൻ സമ്മതിക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പുറത്തേക്ക് മിഥുൻ ഇറങ്ങി ഓടുന്ന സമയത്ത് മിത്ര ആ പുറകെ അങ്ങോട്ട് ചെല്ലുവാണ്. അങ്ങനെ മിത്ര മിഥുന് പുറകെ ഓടുക. ഈ സമയത്ത് അപ്പുറം ശരണ്ടെ മുറിന്ന് ജാനകി ഇങ്ങോട്ട് ഇറങ്ങി വന്നു. ജാനകി നോക്കുമ്പോൾ മിഥുൻ ഓടുന്നുണ്ട്, പുറകെ മിത്ര ഓടുന്നുണ്ട്. എന്തോ ഒരു പന്തികേടുണ്ടല്ലോ, എന്താ കാര്യം എന്നറിയത്തില്ല. എന്തോ അവർ തമ്മിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നേ. ഈ സമയം ശരണ്ടെ ഭാര്യ അങ്ങോട്ട് വന്നപ്പം ശരണിനോട് ശരണ്ടെ ഭാര്യയോട് ഈ കാര്യത്തെ കൂടെ പറയണം. അതെ അപ്പുറത്തെ ആ കൊച്ചിനും അവരുടെ ഭർത്താവിനും തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഇന്നും അവർ വഴക്കാൻ തോന്നേ, അവര് ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടെന്ന് പറയാണ്. ഇത് കേട്ട ശരൺ പറഞ്ഞു, അമ്മയ്ക്ക് ആ കേസ് വിടാറായില്ലേന്ന് ചോദിക്കുക. എനിക്കെന്തോ ഒരു പന്തികയോട് തോന്നുന്നു. ഒരു പക്ഷെ എന്റെ മക്കളാണെങ്കിലും എനിക്ക് ഇതുപോലെ വിഷമം വരില്ലേ, അപ്പൊ അതുകൊണ്ടായിരിക്കൂടാ മോനെന്ന് പറയാണ്. പിന്നീട് അവര് ക്ഷേത്രത്തിലേക്ക് അങ്ങോട്ട് പോവാണ്. അങ്ങനെ ക്ഷേത്രത്തിലേക്ക് ചെല്ലുമ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഗോമതിയും ആര്യനൊക്കെ അങ്ങോട്ട് വരുവാണ്. അപ്പൊ ഗോമതിനും മോഹന വല്ലാതിരിക്കുക. തിരിച്ചു, അല്ല വീട്ടിൽ നിന്ന് വിവരം വല്ലതും കിട്ടിയോ, ആ മോളെ കണ്ടെത്തിയോന്നൊക്കെ ചോദിക്കുകയാണ്. ഇല്ല ഒരു വിവരം കിട്ടിയില്ലെന്ന് പറയണം. അല്ല ആ മോളുടെ വല്ല ഫോട്ടോ എന്തേലും ഉണ്ടോ, ചിലപ്പോ എവിടെയെങ്കിലും വെച്ച് കാണുവാണെങ്കിലേ അറിയാലോ എന്ന് പറയാണ്. പെട്ടെന്ന് ഗോമതി അല്ല ഫോട്ടോ ഉണ്ടോന്ന് ചോദിക്കുകയാണ് മീനാക്ഷിയോട്. അപ്പൊ മീനാക്ഷി പറഞ്ഞു, ഞാൻ നോക്കട്ടെ, ഫേസ്ബുക്കിനകത്ത് ഒരു ഫോട്ടോ കാണുന്ന വെച്ച് അങ്ങനെ ഫേസ്ബുക്കിനകത്ത് തപ്പുവാണ്. നോക്കി കഴിഞ്ഞപ്പോ ഫോട്ടോ കണ്ടു. ഡേ ഇതമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫോട്ടോ അങ്ങോട്ട് കാണിക്കുവാണ് ജാനകിനെ. ഈ ഫോട്ടോ കണ്ടത് ജാനകി ഒരു നിമിഷം അമ്പരുന്നു. അയ്യോ ഈ കുട്ടീനെ താൻ കണ്ടതാണല്ലോ. പെട്ടെന്ന് ഗോമതിയോട് പറഞ്ഞു, അയ്യോ ഈ കുട്ടി ഇവിടെ ഉണ്ടെന്ന് പറയണേ. എവിടെ? നമ്മൾ താമസിക്കുന്ന തൊട്ടടുത്ത റൂമില് ഞാൻ കണ്ടാന്ന് പറയണേ. ഇവിടെയോ? അതെ കൂടെ ഒരു പയ്യനും ഉണ്ടായിരുന്നു. എനിക്ക് അപ്പോഴേ എന്തോ ഒരു പന്തികേട് തോന്നിയായിരുന്നു, പക്ഷെ എന്താന്ന് അറിയില്ലായിരുന്നു പറയണം. ഈ സമയം ഗോമതി പറഞ്ഞു, എന്റെ ഭഗവാനെ, എന്റെ ഗുരുവായൂരപ്പ, മിത്രയ്ക്ക് എന്തേലും സംഭവിച്ചോ, ഇവിടെ എന്തിനു വന്നാ എന്നൊന്നും അറിയത്തില്ലോ എന്ന് പറയാണ്. അങ്ങനെ എന്ത് ചെയ്യുവാണ്, അങ്ങോട്ട് നേരെ കയറി ഓടുവാണ്. അവിടെ ചെന്നപ്പോഴത്തേനും അവിടെ മുറി അടഞ്ഞു കിടക്കുക. അവിടെ ആരുമില്ല. കാരണം മിത്ര എന്ത് ചെയ്യണം, മിഥുന്റെ പുറകെ ഓടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മിഥുനും ബാഗുമായിട്ട് ഓടുന്ന സമയത്ത് മിത്ര ഓടിച്ചെന്ന് മിഥുനെ പിടിക്കുന്നുണ്ട്. റോഡിൽ കൂടെ ഓടുന്നേ. പക്ഷെ എങ്കിൽ മിഥുൻ എന്ത് ചെയ്യാണ്, അവിടെ അവളെ തള്ളി മറിച്ചിട്ടിട്ട് മിഥുൻ ആ ബാഗും കൊണ്ട് ഓടി. മിത്രയ്ക്ക് മനസ്സിലായി താൻ അകപ്പെട്ടിരിക്കുന്ന വലിയ ചതിക്കുഴിയിലാന്നുള്ള കാര്യം. പിന്നെ മിത്ര അവിടെ ഒന്ന് പൊട്ടിക്കരയുക. എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ലാതെ അലഞ്ഞു തിരിയുവാണ് ഇതിൽ കൂടെ. ഈ സമയത്ത് റൂമിൽ കാണാതിരുന്നപ്പത്തിന് ആകെപ്പാട് ടെൻഷനായി ഗോമതിക്കൊക്കെ. മിത്രമോൾ എങ്ങോട്ട് പോയെന്നറിയത്തില്ല. അപ്പൊ റിസപ്ഷനിൽ ചോദിച്ചു കഴിഞ്ഞപ്പം അവർക്കും അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. ആകെപ്പാട് ടെൻഷനായിട്ട് ഇങ്ങനെ ഇരിക്കുക. ഇനിയിപ്പോൾ എങ്ങോട്ട് പോയെന്നറിയത്തില്ല. എൻ്റെ ഭഗവാനെ കാത്തോണെന്നും പറഞ്ഞിട്ട് തിരികെ വീണ്ടും വന്നിട്ട് ക്ഷേത്രത്തിൽ വന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ രാത്രിയായി കഴിഞ്ഞപ്പോഴത്തേനും മിത്ര എന്ത് ചെയ്യാണ്, മിത്രയ്ക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. മിത്ര നേരെ ഗുരുവായൂരപ്പൻ്റെ അവിടെ മുമ്പിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് കൈകൂന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ ഗുരുവായൂരപ്പ നീ എന്നെ കാത്തോണം, എനിക്ക് വേറെ ഒരു വഴിയില്ല എന്ന് പറയണേ. പിന്നീട് അങ്ങോട്ട് അങ്ങോട്ട് നടന്നു പോയിട്ട് ഒരു കുളവുണ്ടായിരുന്നു. ആ കുളത്തിലേക്ക് അങ്ങ് ചാടുവാണ്. പ്രാർത്ഥിച്ച് ചാടുക, എനിക്കിതല്ലാതെ വേറൊരു വഴിയില്ലെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ചാടുന്ന സമയത്താണ് നമ്മുടെ സാക്ഷാൽ ഗുരുവായൂരപ്പൻ, നമ്മുടെ നന്ദനൻ, അവിടെ കടയിട്ടുകൊണ്ടിരുന്ന നന്ദനൻ വന്നിട്ട് മിത്രനെ കോരി എടുക്കുകയാണ്, രക്ഷപ്പെടുത്തുകയാണ് അവിടുന്ന്. അങ്ങനെ രക്ഷപ്പെടുത്തി കോരി എടുത്തോണ്ട് അങ്ങോട്ട് വരുവാണ്. അപ്പൊ ഇനി നമ്മൾ കാണാൻ പോകുന്ന ആ വിശേഷങ്ങളൊക്കെയാണ്. അങ്ങനെ കൊണ്ടുവന്ന് കഴിയുമ്പം ആര്യനും ഗോമതിയൊക്കെ ആ സത്യങ്ങൾ അറിയും. മിത്ര ജീവനോടെ ഉണ്ട്, കുഴപ്പമില്ല, അവൾ ആത്മഹത്യ ശ്രമിച്ചെന്നൊക്കെ. അങ്ങനെ അതെല്ലാം അറിഞ്ഞു കഴിയുമ്പോഴത്തേനും മീനാക്ഷി എല്ലാവരും അവരുടെ തീരുമാനം എടുക്കും. ഇനിയിപ്പോൾ ആര്യന്റെ പെണ്ണല്ലേ മിത്ര, ഇനിയിപ്പോൾ ആര്യനെ കൊണ്ട് തന്നെ മിത്രയും വിവാഹം കഴിപ്പിക്കാനായിട്ട്. അങ്ങനെ കല്യാണമൊക്കെ മംഗളകരമായിട്ട് നടക്കും. പിന്നീട് അവർ വീട്ടിലേക്ക് തിരിച്ചു വരുന്നൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ അടിപൊളി വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.